കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തു എന്നുള്ള വിവരമാണ്. PR സുനിൽ നൽകും വിവരങ്ങൾ. PR സുനിൽ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ബിജെപിയുടെ ഇരട്ടത്താപ്പാണെന്നുള്ള ഒരു ആരോപണം ഇതിൽ ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ ഛത്തീസ്ഗഡ് സർക്കാർ ഇതിൽ എതിർപ്പ് ജാമ്യാപേക്ഷയെ പരിഗണിക്കുന്നതിനെ എതിർത്തിരുന്നു എന്ന് പറയുമ്പോൾ ആ വിധിപ്പകർപ്പിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വ്യക്തമാകുന്നത്? കഴിഞ്ഞ ദിവസമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നത്. ഈ വിഷയത്തിൽ കന്യാസ്ത്രീകളെ വിട്ടയക്കുകയും നീതി ലഭ്യമാക്കുകയും ചെയ്യുന്നവരെ BJP അവർക്കൊപ്പം നിൽക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നതായിരുന്നു. പക്ഷെ അതിനുശേഷം ഉയർന്ന ആരോപണങ്ങൾ അതിനുശേഷം ഇപ്പോൾ ജാമ്യം നിഷേധിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോഴും പിന്നീട് ഒരു പ്രതികരണവും നമ്മൾ കാണുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഇന്ന് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ എതിർപ്പാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് ഉണ്ടായത്. പ്രധാനമായും NIA നിയമപ്രകാരം 2008 NIA നിയമപ്രകാരം ഇത്തരം കേസുകൾ പരിഗണിക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ല എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഇത് ഭാരതീയ നിയമസംഹിതയിലെ 143 വകുപ്പ് പ്രകാരം ചുമത്തിയ കേസാണ്. അപ്പോൾ അത്തരം കേസ്, അതായത് മനുഷ്യക്കടത്തിന് ചുമത്തിയ കേസാണ്. അപ്പോൾ മനുഷ്യക്കടത്ത് പോലുള്ള കേസുകൾ ഉള്ള വകുപ്പുകളുള്ള കേസ് പരിഗണിക്കാൻ 2008 NIA നിയമത്തിലെ 11 വകുപ്പ് പ്രകാരം സെഷൻസ് കോടതിക്ക് അധികാരമില്ല. ഇത്തരം കേസുകൾ പരിഗണിക്കേണ്ടത് പ്രത്യേക കോടതിയാണ് എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് സെഷൻസ് കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാതിരുന്നത്. കോടതിയുടെ തീരുമാനമായി പറയുന്നത് ഇങ്ങനെയാണ്: NIA നിയമത്തിലെ 11 വകുപ്പ് പ്രകാരം ഈ അപേക്ഷ പരിഗണിക്കാനുള്ള അധികാരം ഈ കോടതിക്കില്ല. അതിനാൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നു. മൂന്നാമതായി കോടതി പറയുന്നത് NIA നിയമപ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിക്കാവുന്നതാണ്. ഈ 3 കാര്യങ്ങളാണ് ഇപ്പോൾ സെഷൻസ് കോടതി പറയുന്നത്. അതായത് NIA നിയമത്തിലെ 11 വകുപ്പ് പ്രകാരം ഈ കോടതിക്ക്, സെഷൻസ് കോടതിക്ക് ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ അധികാരമില്ലെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ കേസ് പരിഗണിക്കാനായി NIA നിയമപ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയെ സമീപിക്കാനുമാണ് നിർദ്ദേശം. ഏതായാലും ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ എതിർത്താണ് BJP സർക്കാർ. ഛത്തീസ്ഗഡ് സർക്കാർ പ്രോസിക്യൂഷൻ എതിർത്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്ന വിവരങ്ങളാണ് PR സുനിൽ നൽകിയത്.